നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ഒക്ടോബർ മാസം 9-ാം തീയതിയിലെ വ്യാഴന്റെ വക്രഗതിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. വ്യാഴഗ്രഹത്തിന്റെ ഈ വക്രഗതി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരെയും അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ വ്യാഴം ഇടവം രാശിയിൽ കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാഴം ഇടവം രാശിയിൽ പ്രവേശിച്ചത് 2024 മെയ് മാസം 1-നാണ്. 2025 മെയ് മാസം 14-ാം തീയതി വരെ വ്യാഴം ഇടവം രാശിയിൽ തന്നെ തുടരുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ മിഥുനം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുന്നതുമാണ്. ഇപ്രാവശ്യത്തെ വ്യാഴന്റെ വക്രഗതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു രാശിയിൽ തന്നെയാണ് വ്യാഴന് വക്രം സംഭവിക്കുന്നത് എന്നാണ്. ഈ വക്രത്തിൽ വ്യാഴൻ നിൽക്കുന്ന രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് പോകുന്നില്ല. വ്യാഴന്റെ വക്രഗതി ആരംഭിക്കുന്നത് 2024 ഒക്ടോബർ മാസം 9-ാം തീയതി മുതൽ 2025 ഫെബ്രുവരി 4-ാം തീയതി ഉച്ചക്കഴിയും വരെയാണ്. ഗ്രഹങ്ങളുടെ വക്രം എന്നാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സൂര്യൻ ഒരു ഗ്രഹത്തിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിൽ എത്തുമ്പോഴാണ് ആ ഗ്രഹത്തിന് വക്രം സംഭവിക്കുന്നത്. ആ ഗ്രഹത്തിൽ നിന്നും സൂര്യൻ ഒരു നിശ്ചിത ദൂരം കഴിയുവോളം ആ വക്രം നിലനിൽക്കുകയും ചെയ്യുന്നു. വ്യാഴന്റെ കാര്യമെടുത്താൽ വ്യാഴൻ നിൽക്കുന്ന രാശിയിൽ നിന്നും സൂര്യൻ 6, 7, 8 എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴന് വക്രം സംഭവിക്കുന്നു. ഇതിൽ 6-ാമത്തെ രാശിയിൽ സൂര്യൻ എത്തുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും 8-ാമത്തെ രാശി കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങളും വ്യാഴം വക്രത്തിന്റെ ഒരു ലക്ഷണം കാണിക്കാറുണ്ട്. ഒരു ഗ്രഹം വക്രമായിരിക്കുമ്പോൾ ആ ഗ്രഹം നല്ല ഫലമാണോ മോശം ഫലമാണോ തരുന്നത് എന്ന കാര്യത്തിൽ ആചാര്യന്മാർക്കിടയിലും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതിനാൽ തന്നെ നമുക്ക് പ്രമാണങ്ങളെ ഉദ്ധരിച്ച് ഇക്കാര്യത്തിൽ ഒരു ഫലം പറയുക ദുഷ്കരമാണ്. എങ്കിലും പലരുടെയും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പല കാര്യങ്ങളും കണക്ക് കൂട്ടിയെടുക്കുവാൻ കഴിയും. നമ്മൾ വ്യാഴന്റെ വക്രഗതിയെക്കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. വ്യാഴൻ ഒരു ശുഭഗ്രഹമാണ്. വ്യാഴൻ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ശുഭത്വം കൊടുക്കുന്നു, അത് ശത്രുരാശിയിലായാൽ പോലും. വ്യാഴൻ ഏറ്റവും കൂടുതൽ അശുഭനാകുന്നത് 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ്. നീചത്തിൽ നിൽക്കുമ്പോൾ വ്യാഴന് ബലം നന്നേ കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. എന്നാലും താൻ നിൽക്കുന്ന ഭാവത്തെ വ്യാഴൻ ഒരു പരിധിവരെ ശുഭകരമാക്കി തീർക്കുന്നു. ഇതുകൊണ്ടാണ് പ്രശ്നമാർഗാചാര്യൻ ഒരു ശുഭഗ്രഹം ഒരു ഭാവത്തിൽ നിന്നാൽ ശുഭഫലവും പാപഗ്രഹം നിന്നാൽ ദോഷഫലവും പറഞ്ഞിരിക്കുന്നത്. ശുഭൻ മോശം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ഭാവത്തിന് കുറച്ച് ഗുണമുണ്ടാകുക തന്നെ ചെയ്യും. എന്നാൽ അതോടൊപ്പം ആ ശുഭന് ദോഷവും സംഭവിക്കുകയും ചെയ്യുന്നു. വ്യാഴം ഒരു ശുഭഗ്രഹമാണെങ്കിലും എല്ലാ ഭാവങ്ങളിലും വ്യാഴൻ നിൽക്കുമ്പോൾ ഒരേ ഫലമല്ല കൊടുക്കുന്നത്. വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിലാണല്ലോ സഞ്ചരിക്കുന്നത്. ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം 12 കൂറുകാർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണല്ലോ കൊടുക്കുന്നത്. ഇവിടെ വ്യാഴൻ ഒരു വ്യക്തിയുടെ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനെ അനുസരിച്ചുള്ള ഫലം മാത്രമേ നൽകാറുള്ളൂ. മാത്രമല്ല ആ വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് വ്യാഴം ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണെന്നും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ഗ്രഹം വക്രത്തിലാകുമ്പോൾ ആ ഗ്രഹത്തിന് ബലം കൂടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഗ്രഹം ശുഭഫലമാണോ അശുഭഫലമാണോ തരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഗ്രഹത്തിന് സ്വാഭാവികമായ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരിക്കുമല്ലോ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാരകത്വം. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു എക്സ്ട്രാ ഓർഡിനറി നേച്ചർ ഒരു വക്രഗ്രഹം കാണിക്കും. അത് നല്ല രീതിയിലോ മോശം രീതിയിലോ നമ്മെ ബാധിക്കാം. ഗോചരത്തിൽ ഒരു ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരേ കൂറിൽ തന്നെയുള്ള 2 പേർക്കും അതിൻ്റെ ഇഫക്റ്റ് ഒരേ രീതിയിൽ ബാധിക്കാനിടയില്ല. അതിന് കാരണം ജാതകത്തിൽ 2 പേർക്കും ആ ഗ്രഹം 2 പൊസിഷനുകളിലായിരിക്കും നിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഒരു ഗ്രഹം വക്രമായി നിൽക്കുമ്പോൾ അതേ ഗ്രഹം തന്നെ ഗോചരത്തിലും വക്രമാകുന്ന കാലം ആ വ്യക്തിയിൽ ആ ഗ്രഹത്തിന് വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ സാധിക്കും. രണ്ടും ഒരേ ഭാവത്തിലാണെങ്കിലോ അത് ഉറപ്പായും സംഭവിക്കുകയും ചെയ്യും. വ്യാഴം ഒരു നല്ല ഗ്രഹമാണ്. വ്യാഴനെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടവും തന്നെയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ അമിതമായാലോ എങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പാട് തന്നെയായിരിക്കും. മാത്രമല്ല വ്യാഴൻ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് ചില ട്രബിൾസും സംഭവിക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം റൂമിനകത്ത് വെറുതെ ഇരിക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. ആ സമയം നമ്മുടെ അച്ഛനും അമ്മയും മുതിർന്ന സഹോദരങ്ങളുമെല്ലാം വീടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നും കരുതുക. നമ്മുടെ റൂമിൽ ഇരുന്നു കൊണ്ട് നമുക്കതൊക്കെ കേൾക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധം തോന്നും. അവിടെ അങ്ങനെ എത്ര നേരം ഇരിക്കാനും നമ്മൾ കംഫർട്ടുമാണ്. എന്നാൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ റൂമിൽ വന്നിരിക്കുകയാണെങ്കിലോ അവരുടെ അറ്റൻഷൻ കൂടുതൽ നമ്മിൽ പതിയുകയും നമ്മൾ ഡിസ്കംഫർട്ടായി പോവുകയും ചെയ്യുന്നു. ഇതാണ് വക്രനായ വ്യാഴവും നമുക്ക് തരുന്നത്. നമുക്ക് ദോഷമൊന്നും തരുന്നില്ല, മറിച്ച് നമ്മിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വഴി നമ്മുടെ സ്വാഭാവികമായ രീതിയെ തടസ്സപ്പെടുത്തുകയും നമ്മിൽ ഒരു ഇൻബാലൻസിങ് ഉണ്ടാക്കുകയും ചെയ്യും.
വ്യാഴം പ്രധാനമായും നമ്മുടെ ധനത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. കൂടാതെ വ്യാഴം നമ്മുടെ കുട്ടികൾ, ഉന്നത വിദ്യാഭ്യാസം, പൂർവ്വജന്മ പുണ്യം, ആധ്യാത്മികത, മതപരമായ കാര്യങ്ങൾ, നമ്മുടെ ഗുരുനാഥന്മാർ, വിദേശയാത്രകൾ, വിദേശവാസം, നമുക്കുണ്ടാകുന്ന ലാഭം, മുതിർന്ന സഹോദരങ്ങൾ, ഈശ്വരഭക്തി തുടങ്ങി ഒരു മനുഷ്യന് ആത്മസൗഖ്യം തരുന്ന കാര്യങ്ങൾ വരെ വ്യാഴനാണ് നൽകുന്നത്. വ്യാഴം വക്രമാകുമ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ചെറിയ ട്രബിൾസ് ഉണ്ടാകുന്നു. ജാതകത്തിൽ വ്യാഴം വക്രമാകുമ്പോൾ ജീവിതത്തിലുടനീളം ഈ ട്രബിൾസ് നമുക്ക് അനുഭവപ്പെടുന്നു. ഗോചരത്തിലാണെങ്കിൽ ചെറിയ ഒരു കാലയളവിലേക്ക് മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. നമുക്ക് രാഹുകേതുക്കളെ അറിയാം. അവർ 99% വക്രഗ്രഹങ്ങളാണ്. നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മബന്ധങ്ങളെ കാണിച്ചു തരുന്നതും ഈ 2 വക്രഗ്രഹങ്ങളും തന്നെയാണ്. രാഹുകേതുക്കൾ നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പൂർവ്വജന്മവുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നാണ്. അതേ രീതിയിൽ തന്നെയാണ് ഒരു ഗ്രഹം നമ്മുടെ ജാതകത്തിൽ വക്രമായി നിൽക്കുമ്പോഴും. ഇവിടെ വ്യാഴന്റെ കാര്യമെടുത്താൽ നേരത്തെ വ്യാഴന്റെ കാരകത്വത്തിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ഒരു കർമ്മം ബാക്കിയുണ്ട് എന്നാണ്. ഈ ജന്മത്തിൽ നമുക്കത് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നും ജാതകത്തിൽ വക്രത്തിൽ നിൽക്കുന്ന വ്യാഴൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ വരും ജന്മങ്ങളിലും ആ പെൻഡിങ് കർമ്മ നിങ്ങളെ ഒരു നിഴല് പോലെ പിന്തുടരുമെന്നും അത് പൂർത്തീകരിക്കും വരെ നിങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നും സൂചിപ്പിക്കുന്നു. ജാതകത്തിൽ ഒരുപാട് ഗ്രഹങ്ങൾ വക്രത്തിലാണെങ്കിൽ മുൻജന്മങ്ങളിലെ നിങ്ങളുടെ പെൻഡിങ് കർമ്മ അത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥനകൾ, ഉപാസനകൾ, സൽക്കർമ്മങ്ങൾ തുടങ്ങിയ മാർഗങ്ങളിൽ കൂടി ആ കർമ്മബന്ധനത്തിൻ്റെ കെട്ടുകളഴിച്ച് മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളേണ്ടതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ആഗ്രഹങ്ങളെയും ജാതകത്തിലെ വക്രഗ്രഹങ്ങൾ കാണിച്ചു തരുന്നു. നമ്മുടെ ഏതു ഭാവത്തിലാണോ ആഗ്രഹങ്ങൾ നിൽക്കുന്നത് ആ ഭാവത്തിനും ആഗ്രഹത്തിനും പറഞ്ഞിട്ടുള്ള കാരക വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളാകാം പൂർവ്വജന്മങ്ങളിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുള്ളതും. ഒരു ജാതകത്തിൽ രാഹുകേതുക്കളല്ലാതെ മറ്റൊരു ഗ്രഹവും വക്രത്തിലല്ല എങ്കിൽ അയാൾക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ പൂർത്തീകരിക്കാതെ പോയ പെൻഡിങ് കർമ്മകൾ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് വേണം കരുതാൻ. എങ്കിലും രാഹുകേതുക്കളുടെ സ്ഥാനവും കൂടി നോക്കണം, പ്രത്യേകിച്ചും രാഹുവിൻ്റെ. ഈ 2 തമോ ഗ്രഹങ്ങളും കൂടി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടേത് ഒരു മോക്ഷജന്മമാണെന്ന്. ഇങ്ങനെയുള്ളവർ ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു പോന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് പരമപദം പോകുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോഴത്തെ വ്യാഴന്റെ വക്രഗതി ഓരോ രാശിക്കാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ വ്യാഴന്റെ വക്രം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. മേടക്കൂറിലെ നക്ഷത്രങ്ങളാണ് അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ 1-ാം പാദവും. ഇവരുടെ 9ഉം 12ഉം ഭാവാധിപനാണ് വ്യാഴം. ഇവിടെ ഏറ്റവും പ്രാധാന്യം 9-ാം ഭാവത്തിന് തന്നെയാണ്. കാരണം ലഗ്നാധിപൻ കഴിഞ്ഞാൽ ഏറ്റവും ബലമുള്ളത് 9-ാം ഭാവത്തിനാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഭാഗ്യാധിപനും ധർമാധിപനും വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ ഈ കൂറുകാരുടെ 2ലാണ് വക്രമാകുന്നത്. 2-ാം ഭാവം കൊണ്ട് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങളാണ്. വ്യാഴൻ സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹവുമാണ്. ഈ വ്യാഴം 2ൽ വക്രമാകുമ്പോൾ അത് നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴം ഇവരുടെ 2ാമത്തെ ഭാവമായ ഇടവം രാശിയിൽ കൂടി സഞ്ചരിക്കാൻ തുടങ്ങിയത് 2024 മെയ് മാസം 1-ാം തീയതി മുതലാണ്. അപ്പോൾ മുതൽ ഇവർക്ക് സാമ്പത്തികമായ ഒരു ഉയർച്ച ലഭിക്കേണ്ടതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ മെയ് മാസം 1-ാം തീയതിക്ക് ശേഷം പറയത്തക്കതായ ഒരു സാമ്പത്തിക മെച്ചം കിട്ടിയിട്ടില്ല എങ്കിൽ വ്യാഴന്റെ ഈ വക്രം നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഉണ്ടാക്കി തരുന്നതാണ്. നിങ്ങൾ കിട്ടും എന്ന് കരുതിയിരുന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ ഏതെങ്കിലും സാമ്പത്തികപരമായ ഒരു ഇടപാട് ഉണ്ടെങ്കിൽ വ്യാഴന്റെ ഈ വക്രഗതി കാലത്ത് ആ സാമ്പത്തികമായ നേട്ടം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഗുരു ഒരു സാത്വിക ഗ്രഹമാണ്. കൂടാതെ ഇവിടെ ധർമാധിപനുമാണ്. സ്വാഭാവികമായും ഈ ഗുരു 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ സത്യസന്ധമായ രീതിയിലുള്ള ധനസമ്പാദനത്തിന് മാത്രമേ സഹായിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഇവിടെ ഗുരു വക്രത്തിലാണ്. വക്രനായ ഗുരു ബലവാനാണ്. മാത്രമല്ല ഇവിടെ ഗുരുവിന് പാപഗ്രഹമായ ശനിയുടെ ദൃഷ്ടിയുമില്ല. അതിനാൽ ഗുരു ബലവാനും ശുഭനുമാണ്. നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ധനം ന്യായമായും നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് ഗുരു നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. അതിനുവേണ്ടി അല്പം വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്നാലും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് അർഹതപ്പെട്ട ധനമാണ് ലഭിക്കുന്നത്, അല്ലാതെ നമ്മൾ ആരിൽ നിന്നെങ്കിലും പറ്റിച്ചോ തട്ടിച്ചോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ധനമല്ല. അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വേണ്ടി അല്പം കുറുക്ക് വഴി തിരഞ്ഞെടുക്കുന്നതിലും തെറ്റില്ല എന്നൊരു സത്യം വ്യാഴൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വ്യാഴന്റെ ഈ വക്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന പഠനം പുനരാരംഭിക്കുവാനുള്ള ഒരു അവസരം വന്നു ചേരാം. നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നു.
നമ്മുടെ 2ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴന്റെ ദൃഷ്ടി നമ്മുടെ 6ാം ഭാവത്തിലേക്കും 8ാം ഭാവത്തിലേക്കും 10ാം ഭാവത്തിലേക്കും പതിയുന്നു. 6ാം ഭാവം രോഗങ്ങൾ, കടങ്ങൾ, ശത്രുക്കൾ, കോടതി വ്യവഹാരങ്ങൾ, നമ്മുടെ തൊഴിൽ മേഖല, ലോണുകൾ തുടങ്ങിയ കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴന്റെ പിന്നിലോട്ടുള്ള പോക്ക് ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം നമ്മുടെ ശ്രദ്ധയെ ഒന്നുകൂടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉചിതമായ രീതിയിൽ ഇവയെ കൈകാര്യം ചെയ്യണമെന്നും വ്യാഴൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 8ാം ഭാവത്തിൽ വ്യാഴന്റെ ദൃഷ്ടി പതിയുമ്പോൾ 8ാം ഭാവം നിഗൂഢമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. ഇവിടേക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന വ്യാഴന്റെ ദൃഷ്ടി പതിയുമ്പോൾ ഒരിക്കൽ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കൂടുതൽ പതിയുകയും അതിൻ്റെ ഉള്ളറകളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും നമുക്ക് സാധിക്കുന്നു. 10 നമ്മുടെ കർമ്മ മേഖലയാണല്ലോ. വക്രനായ വ്യാഴന്റെ ദൃഷ്ടി 10ൽ പതിയുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അത്ര ശുദ്ധമാകാനിടയില്ല. ഇവിടെ വ്യാഴന് 9ാം ഭാവാധിപത്യമുള്ളതിനാൽ നമ്മുടെ കർമ്മത്തിൽ ഒരു ധർമ്മച്യുതി ഉണ്ടാകാനും ഇടയുണ്ട്. വ്യാഴന്റെ വക്രത്തിലുള്ള സഞ്ചാരം മേടക്കൂറുകാർക്ക് ദോഷകരമാകാനിടയില്ല. നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് താനും. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇവരുടെ അഷ്ടമാധിപനും 11ാം ഭാവാധിപനുമാണ് വ്യാഴം. ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ജന്മക്കൂറിലുമാണ്. ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ഉം 3ഉം 4ഉം പാദങ്ങളും രോഹിണിയും മകയിരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴൻ അനുകൂലമായ സ്ഥാനത്തല്ല ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജന്മക്കൂറിൽ കൂടി വ്യാഴനും ശനിയും സഞ്ചരിക്കുന്ന കാലം ആ വ്യക്തിക്ക് സകല ദുരിതങ്ങളും വന്നു ചേരും എന്നാണ് പറയുന്നത്. ഇവർക്ക് മനസ്സുഖം കുറയുന്നു. ഒരു കാര്യങ്ങളിലും ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ പോകുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ആ പദവി നഷ്ടപ്പെടാനിടയുണ്ട്. മറ്റുള്ളവരുമായി ശത്രുതയും കലഹവും ഉണ്ടാകുന്നു. സാമ്പത്തികമായി നഷ്ടങ്ങളും ഉണ്ടാകുന്നു. നമ്മുടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കാത്ത ഒരവസ്ഥ വന്നു ചേരുന്നു. ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ഈശ്വരാധീനം നന്നേ കുറയുകയും അതുവഴി പല ബുദ്ധിമുട്ടുകളും വന്നു ചേരുകയും ചെയ്യുന്നു. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുമായിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുക. വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴന് ബലം വർദ്ധിക്കും എന്നുള്ള കാര്യം നേരെ തന്നെ. എന്നാൽ വ്യാഴൻ ഇവർക്ക് ശുഭനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അഷ്ടമാധിപൻ ജന്മക്കൂറിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല. മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ കൂടും. എന്നാൽ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന വ്യാഴന് നമ്മുടെ 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട്. വ്യാഴൻ ഇവരുടെ അഷ്ടമാധിപൻ മാത്രമല്ല ലാഭാധിപനുമാണ്. ലാഭാധിപൻ ജന്മക്കൂറിൽ നിന്നും നമ്മുടെ മറ്റ് ധർമ്മ ത്രികോണ ഭാവങ്ങളെ ദൃഷ്ടി ചെയ്യുമ്പോൾ ചെറിയ ലാഭവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 8ാം ഭാവം കൊണ്ട് അപ്രതീക്ഷിതമായ ലാഭത്തെയും ഇൻഷുറൻസ്, ഷെയർ മാർക്കറ്റ്, പണം കളഞ്ഞു പോവുക അല്ലെങ്കിൽ കളഞ്ഞു കിട്ടുക തുടങ്ങിയ കാര്യങ്ങളെയും ചിന്തിക്കുക. 5ാം ഭാവം ഭാഗ്യത്തെയും ലോട്ടറി, സ്റ്റോക്ക് മാർക്കറ്റ്, ഊഹക്കച്ചവടം, സാഹിത്യ സൃഷ്ടികൾ, കലാവാസനകൾ മുതലായ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം മേഖലകളിൽ നിന്നും ഒരു നേട്ടം ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. വ്യാഴൻ ധനത്തിന്റെ കാരകനും കൂടിയാണല്ലോ. ഇവിടെ ഒരു കാര്യം ചിന്തിക്കാവുന്നത് നിങ്ങൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ഒരവസരം വീണ്ടും വന്നു ചേരാനിടയുണ്ട് എന്നാണ്. അതിനാൽ ഒരിക്കൽ നിങ്ങൾ ശ്രമിച്ചിട്ടും കിട്ടാതെ പോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നാണ്. ഇത്തവണ ഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല. ധർമ്മത്രികോണത്തിൽ പതിയുന്ന വ്യാഴന്റെ ദൃഷ്ടിയും വക്രമാകയാൽ നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഒരു പ്രതിഫലനവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഗുരു ജന്മക്കുറിൽ സഞ്ചരിക്കുകയും അത് വക്രത്തിലാവുകയും ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഒരു ബലം നമുക്കുണ്ടാകുന്നു. അല്പം പിടിവാശിയും നിർബന്ധ ബുദ്ധിയും കൂടുകയും ചെയ്യും. മറ്റുള്ളവരെ അംഗീകരിച്ചു കൊടുക്കുവാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. താൻ പറയുന്നതാണ് ശരി എന്ന ഒരു ചിന്താഗതിയും നമ്മിലുണ്ടാകുന്നു. ഏത് വിധേയനെയും താൻ ആഗ്രഹിക്കുന്ന കാര്യം സാധിപ്പിച്ചെടുക്കുവാൻ നോക്കുകയും ചെയ്യും. ആരുടെയും വാക്കും ചൊല്ലുമെന്നും ഈ സമയത്ത് കേൾക്കുവാൻ തോന്നുകയില്ല. ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായ സമയമായിരിക്കും ഇത്. മിഥുനക്കൂറുകാരുടെ കാര്യമെടുത്താൽ ഇവരുടെ 12ൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ വക്രത്തിലേക്ക് പോകുന്നത്. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മകയിരത്തിന്റെ 2ാം പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങളും. 12 വ്യാഴന് അനുയോജ്യമായ ഒരു ഭാവമല്ല. ഇവിടെ വ്യാഴൻ വരുമ്പോൾ വ്യാഴന്റെ കാരകത്വത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ദോഷം സംഭവിക്കുന്നു. ഇതുകൂടാതെ വ്യാഴം ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണോ ആ ഭാവങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും ദോഷം സംഭവിക്കുന്നു. ഈശ്വരാനുകൂല്യം നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണം. മിഥുനക്കൂറുകാരുടെ 7ഉം 10ഉം ഭാവാധിപനാണല്ലോ വ്യാഴം. അപ്പോൾ വ്യാഴം 12ൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. വിവാഹ ജീവിതത്തിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നു. പാർട്ട്ണർമാരുമായിട്ടും കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാകാം. നമ്മുടെ കർമ്മമേഖലയിൽ ചില തിരിച്ചടികൾ ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്നും അപമാനകരമായ അനുഭവങ്ങളും വന്നു ചേരാം. കച്ചവടത്തിൽ നഷ്ടം,
പേരുദോഷം, നമ്മൾ ഇരിക്കുന്ന പദവിയിൽ നിന്നും സ്ഥാനചലനം, നമ്മുടെ കീർത്തിക്കും യശസ്സിനും മങ്ങലേൽക്കുക എന്നിവയെല്ലാം സംഭവിക്കാം. എന്നാൽ നമ്മുടെ ചിലവുകളെ നമുക്ക് നിയന്ത്രിക്കാനാകും. രോഗങ്ങൾക്ക് ശമനവും കിട്ടും. ആത്മീയമായ പ്രവർത്തനങ്ങളും തീർത്ഥയാത്രകളും നടത്തുവാനിടവരും. ദീർഘയാത്രകൾ ചെയ്യാം. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യം വന്നു ചേരാം. രോഗങ്ങൾക്കും കടങ്ങൾക്കും ആശ്വാസം കിട്ടുന്ന കാലവുമായിരിക്കും ഇത്. സാമ്പത്തികമായി പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകാം. തൊഴിൽ നഷ്ടങ്ങളും സംഭവിക്കാം. വ്യാഴം വക്രത്തിലാകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കുവാൻ സാധിക്കുന്നതിനാൽ ദോഷങ്ങൾ കുറയുവാനിടവരുന്നു. അലക്ഷ്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ കുറച്ചും കൂടി ഉത്തരവാദിത്വപരമായി ചെയ്യുക വഴി നമുക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ചെറിയ ചെറിയ നേട്ടങ്ങളും ഈ വ്യാഴവക്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും അനുകൂലമാണെങ്കിൽ കുറച്ച് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ദശയും അപകാരവും മോശമാണെങ്കിൽ ദോഷഫലങ്ങൾ കൂടിയും ഇരിക്കും. വ്യാഴം 12-ൽ സഞ്ചരിക്കുകയും അത് ശത്രുക്ഷേത്രമാകയാലും ശുഭത്വം നന്നേ കുറവാണ്. എങ്കിലും വക്രം സംഭവിക്കുമ്പോൾ കുറച്ച് ബലം ലഭിക്കുമെന്നുള്ളത് നേരെ തന്നെ. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ വ്യാഴവക്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. ഈ കൂറിലെ നക്ഷത്രങ്ങൾ പുണർദം 4-ാം പാദവും പൂയവും ആയില്യവുമാണ്. ഇവരുടെ 6ഉം 9ഉം ഭാവാധിപനാണ് വ്യാഴം. ഇപ്പോൾ 11-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഏതൊരു ഗ്രഹവും 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഫലമാണ് തരുന്നത്. 11 നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഭാവമാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തെയും 11-ാം ഭാവം സൂചിപ്പിക്കുന്നു. വ്യാഴം ഇവർക്ക് 9-ാം ഭാവാധിപനാണ്, അതായത് നമ്മുടെ ഭാഗ്യാധിപൻ. നമുക്ക് ഭാഗ്യം തരുന്ന ഗ്രഹം ലാഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഭാഗ്യം മൂലം നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നു. ഇവിടെ വ്യാഴം വക്രമാകുമ്പോൾ ശുഭനായ വ്യാഴം ബലവാനാവുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ നല്ല ഒരു ലക്ഷണമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് പുതിയ പുതിയ അറിവുകൾ ലഭ്യമാകുന്നു. നമ്മിലുള്ള നല്ല വശങ്ങൾ പുറത്തെടുക്കുവാൻ പറ്റിയ കാലഘട്ടമായിരിക്കും ഇത്. നമ്മുടെ സന്താനങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും ധർമാധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യാനിടവരികയും നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുകയും വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അറിവ് ലഭിക്കുവാനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യുന്നു. ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടുവാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നതാണ്. മതപരമായ കാര്യങ്ങൾ പഠിക്കുവാനും താല്പര്യം വർദ്ധിക്കുന്നു. വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലൻ തന്നെയാണ്. വക്രമാകുമ്പോൾ വ്യാഴൻ്റെ ഗുണങ്ങൾ ഈ കൂറുകാർക്ക് ഗുണഫലം വർദ്ധിപ്പിക്കുന്നതുമാണ്. എന്നാൽ ഇവർക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ശനിയാണ്. അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ നമുക്ക് മാനസികമായ ദുഃഖങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളും തരുന്നു. പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങളും ഈ ശനി നൽകുന്നു. അഷ്ടമത്തിലെ ശനി ഇവരുടെ 2-ലും 5-ലും 10-ലും ദൃഷ്ടി പതിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കുടുംബസൗഖ്യം കുറയ്ക്കുവാനിടവരുത്തുന്നു. ശനിക്ക് 5-ൽ ദൃഷ്ടിയുള്ളതിനാൽ സന്താനങ്ങളെ കൊണ്ട് ഒരു ദുഃഖമുണ്ടാകാം. 10-ലെ ശനിയുടെ ദൃഷ്ടി കർമ്മപദത്തിൽ ചില തടസ്സങ്ങളെയും കാലതാമസത്തെയും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ കാര്യം നോക്കാം. ചിങ്ങക്കൂറുകാരുടെ കർമ്മഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഗോചരത്തിൽ വ്യാഴം 10-ൽ സഞ്ചരിക്കുന്നത് നന്നല്ല. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദവുമാണ്. ഈ കൂറുകാരുടെ 5ഉം 8ഉം ഭാവാധിപനാണ് വ്യാഴം. 5 നമ്മുടെ പൂർവ്വപുണ്യമാണ്. 10 നമ്മുടെ കർമ്മസ്ഥാനമാണല്ലോ. ഇവിടെ വ്യാഴൻ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും പദവിക്കും എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. സാമ്പത്തികപരമായും നമുക്ക് ചില ബുദ്ധിമുട്ടുകളും സംഭവിക്കാം. എങ്കിലും 10 ഒരു അനിഷ്ട സ്ഥാനമല്ല. അതിനാൽ വ്യാഴൻ പാപനാകുന്നില്ല. അപ്പോൾ വക്രം സംഭവിക്കുന്ന വ്യാഴൻ ബലവാനായി മാറുന്നതാണ്. ഇങ്ങനെ ബലവാനായ വ്യാഴം നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ ദോഷങ്ങളെ പരിഹരിക്കുകയും ആ വിഷയങ്ങളിൽ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ഉം 3ഉം 4ഉം പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയുമാണ്. ഇവരുടെ 9-ാം ഭാവത്തിലൂടെയാണ് വ്യാഴൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാഴന് ഏറ്റവും ഇഷ്ടമുള്ള ഭാവമാണ് 9-ാം ഭാവം. ഇവിടെ നിൽക്കുന്ന വ്യാഴം ഏറ്റവും ശുഭനായി മാറുന്നു. എങ്കിലും കന്നിക്കൂറുകാരുടെ 2 കേന്ദ്രങ്ങളായ 4-ാം ഭാവത്തിൻ്റെയും 7-ാം ഭാവത്തിൻ്റെയും അധിപനാണ് വ്യാഴം. കേന്ദ്രാധിപത്യ ദോഷമുണ്ട്. എന്നാൽ ഈ വ്യാഴം ത്രികോണഭാവത്തിലാണ് നിൽക്കുന്നത്. കേന്ദ്രാധിപൻ ത്രികോണത്തിൽ നിന്നാൽ അത് രാജയോഗ തുല്യമായ ഫലമാണ് നൽകുന്നത്. കൂടാതെ 9-ൽ നിൽക്കുന്ന വ്യാഴം നമ്മുടെ ജന്മക്കൂറ് 5-ാം ഭാവം, 12-ാം ഭാവം എന്നിവയിൽ ദൃഷ്ടി ചെയ്യുന്നു. 1, 5, 9 എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മ ത്രികോണ ഭാവങ്ങളാണ്. ഈ 3 ഭാവങ്ങളും ആക്റ്റീവാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ധാർമ്മികതയും ഉണരുന്നു. നമ്മിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു. ആത്മീയപരമായ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ തിരിയുന്നു. 12-ാം ഭാവം മോക്ഷത്തിൻ്റെ കൂടി ഒരു ഭാവമാണല്ലോ. നിങ്ങൾക്കിപ്പോൾ മാനസികപരമായും ശാരീരികപരമായും ഒരു സുഖം ലഭിക്കുന്നു.
രോഗങ്ങളുള്ളവർക്ക് കുറേയേറെ ആശ്വാസം ലഭിക്കുന്നതാണ്. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ കേൾക്കുവാനിട വരികയും ചെയ്യുന്നു. എങ്കിലും ധർമ്മത്രികോണ ഭാവങ്ങൾ സാമ്പത്തികപരമായി നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഭാവങ്ങളല്ല. എന്നാൽ തന്നെയും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ നമുക്ക് ധനം കൂടിയേ കഴിയൂ. എങ്കിലല്ലേ നമ്മുടെ മനസ്സും സന്തോഷമാവുകയുള്ളൂ. അതിനാൽ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകുവാനുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഈ വ്യാഴൻ നമുക്ക് തരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ കാലഘട്ടമാണിത്. ഉപരിപഠനത്തിന് വിദേശത്ത് പോകുന്നവർക്കും വളരെ നല്ല സമയമാണ്. അധ്യാപകർക്കും ഇത് നല്ല കാലഘട്ടമാണ്. വലിയ യാത്രകൾ, തീർത്ഥയാത്രകൾ ഇതൊക്കെ ചെയ്യുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം ഈ കാലഘട്ടത്തിൽ ലഭ്യമാകും. ഇപ്പോൾ മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്കൊരു മാന്യതയും മതിപ്പുമൊക്കെ ലഭിക്കുന്നു. പൂജകൾ, ഉപാസനകൾ, മാന്ത്രികപരമായ സൽക്കർമ്മങ്ങൾ, ഇതിലൂടെയൊക്കെ നിങ്ങളുടെ ജീവിതം ഈ കാലഘട്ടത്തിൽ കടന്നു പോകാം. ഇപ്പോഴുള്ള നിങ്ങളുടെ ദശയും അപകാരവും മോശമാണെങ്കിൽ കൂടിയും വ്യാഴന്റെ ഈ വക്രഗതി നിങ്ങളെ ഒരു സ്നേഹനിധിയായ പിതാവിനെ പോലെ ചേർത്ത് നിർത്തുന്നതാണ്. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് തുലാക്കൂറുകാരുടെ വ്യാഴവക്ര ഫലങ്ങളാണ്. തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാം പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് വ്യാഴൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ അശുഭനായി പോവുകയാണ് ചെയ്യുന്നത്. വ്യാഴന്റെ ഗുണഫലങ്ങൾ ഇതുമൂലം നശിച്ചു പോകും എന്ന് മാത്രമല്ല, വ്യാഴൻ ആ വ്യക്തിക്ക് ദോഷകാരിയായി മാറുകയും ചെയ്യുന്നു. കൂടാതെ വ്യാഴൻ ഇപ്പോൾ സഞ്ചരിക്കുന്ന രാശി വ്യാഴന്റെ ശത്രുരാശി കൂടിയാണ്. വളരെ സൂക്ഷിക്കേണ്ട സമയമാണിത്. കടബാധ്യതകൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നു. നിയമപരമായ പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വരാം. ബാധ്യതകൾ മൂലം ശത്രുക്കൾ വർദ്ധിക്കാം. കുടുംബപരമായി ധാരാളം ബാധ്യതകൾ വന്നു ചേരാം. ബന്ധനാവസ്ഥയും ഉണ്ടാകാം. ബന്ധനാവസ്ഥ എന്ന് പറയുമ്പോൾ ജയിൽവാസം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തെയും ഇതുകൊണ്ട് ഊഹിക്കാം. സ്വന്തം നാടും വീടും വിട്ട് അന്യസ്ഥലങ്ങളിൽ പോകേണ്ട സാഹചര്യം വന്നു ചേരാം. മറ്റുള്ളവരുടെ ചതിയിൽപ്പെടാം. കൂടെ നിൽക്കുന്നവർ പോലും ചതിക്കാം. ധനനാശം, ഒറ്റപ്പെടൽ എന്നിവയെല്ലാം ഉണ്ടാകാം. മറ്റുള്ളവരിൽ നിന്നും ഭീഷണി, കേസുകൾ, വഴക്കുകൾ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാണ് വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണം. നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ നമ്മിൽ ഒരു ഈശ്വര ചൈതന്യം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ ജന്മങ്ങളിലോ ഈ ജന്മത്തിലോ നമ്മൾ ചെയ്തു പോന്ന പുണ്യപ്രവൃത്തികൾ മൂലം ലഭിക്കുന്നതാണ്. പല പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടിയും നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു രക്ഷാകവചമായി ഈ ഈശ്വര ചൈതന്യമാണ് നമ്മെ പരിരക്ഷിച്ചു പോരുന്നത്. പല ഘട്ടങ്ങളിലും അപകടങ്ങൾ നമ്മെ തൊട്ടില്ല എന്ന മട്ടിൽ കടന്നു പോകുന്നുണ്ട്. നമ്മൾ അതിൽ പലതും അറിയുന്നില്ല എന്ന് മാത്രം. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ എന്തുമാത്രം രോഗാണുക്കളാകാം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവയെയൊന്നും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാതെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ പവറാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയാണ് ഈ ഇമ്മ്യൂൺ പവർ നമ്മിലേക്ക് കൂടുതലും എത്തിച്ചേരുന്നത്. കുറേയൊക്കെ ജന്മന നമുക്ക് കിട്ടുന്നതുമാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഇമ്മ്യൂൺ പവർ കിട്ടുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളിലൂടെ നമ്മുടെ ആത്മാവിന് കിട്ടുന്ന ഈശ്വരാധീനം എന്ന ഇമ്മ്യൂൺ പവറും. നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ, വഴിപാടുകൾ, തീർത്ഥാടനങ്ങൾ, പുണ്യനദിയിലുള്ള സ്നാനം, ഇതെല്ലാം നമ്മുടെ ആത്മാവിന് ശക്തമായ ഇമ്മ്യൂൺ പവർ തരുന്നതാണ്. കൂടാതെ യോഗ, മെഡിറ്റേഷൻ മുതലായ കർമ്മങ്ങൾ വഴിയും അഗതികളെയും നിരാലംബരായവരെയും സഹായിക്കുക വഴിയും നമ്മുടെ ആത്മചൈതന്യം അനുദിനം വർദ്ധിച്ചു വരുന്നതുമാണ്. നമുക്കുള്ള ഈ ആത്മചൈതന്യത്തെ തന്നെയാണ് ഈശ്വരാധീനം എന്ന് പറയുന്നത്. ആത്മചൈതന്യം ഉള്ള ഒരാളിൻ്റെ ശരീരത്തിനും നല്ല ഇമ്മ്യൂൺ പവർ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക വഴി ലഭിക്കുന്നത് ഒരളവ് വരെ എന്ന് പറഞ്ഞത്. ബാക്കി ഇപ്പോൾ പറഞ്ഞ ആത്മചൈതന്യം വഴി കിട്ടുന്നതാണ്. ശരീരം നശിച്ചു പോകും, എന്നാൽ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണവും ടോണിക്കും ഒക്കെ കഴിച്ച് നേടിയെടുത്ത ഇമ്മ്യൂൺ പവർ നമ്മുടെ മരണത്തോടെ ഇവിടെ തന്നെ നശിച്ചു പോകും. എന്നാൽ നമ്മൾ പ്രാർത്ഥനകളിലൂടെയും ഉപാസനകളിലൂടെയും ദാനധർമാദികളിൽ കൂടെയും നേടിയെടുത്ത ആത്മചൈതന്യം ഇവിടെ നമ്മുടെ മരണത്തോടൊപ്പം നശിച്ചു പോകുന്നില്ല. അത് നമ്മുടെ ആത്മാവിൽ അന്തർലീനമായ കാര്യമാണ്. നമ്മൾ അത് നമ്മുടെ ആത്മാവിനോടൊപ്പം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ ആത്മാവ് മറ്റൊരു ജന്മം എടുക്കുമ്പോൾ ഈ ആത്മചൈതന്യം ഒരു രക്ഷാകവചം പോലെ നമ്മുടെ ആത്മാവിനെയും പുതുതായി നമ്മൾ സ്വീകരിക്കുന്ന ശരീരത്തെയും സംരക്ഷിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ജന്മസിദ്ധമായി ലഭിക്കുന്ന ഈശ്വരാധീനം എന്ന് പറയുന്നത്. പലർക്കും ജന്മസിദ്ധമായി ലഭിക്കുന്ന പല കഴിവുകളും നമ്മൾ കാണാറില്ലേ? ചിലർക്ക് പാട്ട് പാടാൻ നല്ല കഴിവുണ്ടായിരിക്കും, ചിലർക്ക് ചിത്രം വരയ്ക്കുന്നതിലായിരിക്കും കഴിവ്, മറ്റു ചിലർക്ക് നൃത്തം ചെയ്യുന്നതിലായിരിക്കും പ്രാഗൽഭ്യം. ഇതുപോലെ ചിലർക്ക് നല്ല ഐക്യം ഉണ്ടായിരിക്കും. ഇതൊക്കെ ജന്മസിദ്ധമായി ഇവർക്കൊക്കെ കിട്ടുന്നതാണ്. ഇതൊന്നും ഇവർക്ക് വെറുതെ കിട്ടുന്നതല്ല. പോയ ജന്മങ്ങളിൽ ഇതിനു വേണ്ടി ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കും.
ഈ ഒരു കഴിവിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുമുണ്ടാകും. ഇവരുടെ ഈ അധ്വാനത്തിൻ്റെ ഫലമാണ് വരുന്ന ജന്മത്തിൽ ഇവർക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന കഴിവായി മാറുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. വ്യാഴം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം നമ്മൾ വളരെ കരുതലോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നമ്മിൽ ജന്മജന്മാന്തരങ്ങളായി അന്തർലീനമായിരിക്കുന്ന ഈശ്വര ചൈതന്യം ഈ കാലഘട്ടത്തിൽ നമ്മിൽ നിന്നും കുറച്ചു നേരത്തേക്ക് ഒന്ന് വിട്ടുനിൽക്കുന്ന കാലമാണ്. ഇവിടെ നമ്മെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം വക്രമാകുമ്പോൾ ചിലർക്ക് അത് ഗുണം ചെയ്യും, എന്നാൽ ചിലർക്ക് ഒന്നുകൂടി ദോഷവും ചെയ്യും. ഇതിന് കാരണം ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മഫലങ്ങളെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ നല്ലതാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നല്ല അനുഭവങ്ങളും, മോശമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ മോശം അനുഭവങ്ങളുമായിരിക്കും നമുക്ക് അനുഭവത്തിൽ വരുന്നത്. വ്യാഴം അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലം തരും എന്നാണല്ലോ ജ്യോത്സ്യർ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ മൊത്തം ദോഷമാണല്ലോ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ മുനിമാർ വരെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം അത് ഓരോ വ്യക്തിയെയും ഓരോ രീതിയിലാണ് ബാധിക്കുന്നത്. അത് ഒരു പൊതു നിയമമായിട്ട് എഴുതി വയ്ക്കാൻ സാധ്യമല്ല. വക്രഗ്രഹങ്ങളുടെ ഫലം വ്യക്തിയാധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് പലരും പല ഫലങ്ങളും പറയുന്നത്. വ്യാഴൻ ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ 4 മാസത്തോളമുള്ള നിങ്ങളുടെ അനുഭവങ്ങളെ നിരീക്ഷിച്ചാൽ അറിയാം കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കണം എന്ന്. നല്ല ശ്രദ്ധ വേണം, നല്ല കരുതലും വേണം. നന്നായി പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ദിവസം ഉപവാസമെടുക്കുക. വീഡിയോയുടെ അവസാനം പറയുന്ന പരിഹാരങ്ങളും ചെയ്യുക. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് വൃശ്ചികക്കൂറുകാരുടെ കാര്യമാണ്. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖത്തിന്റെ 4-ാം പാദവും അനിഴവും തൃക്കേട്ടയുമാണ്. ഇവരുടെ 7ാമത്തെ രാശിയിലാണ് ഇപ്പോൾ വ്യാഴത്തിന് വക്രം സംഭവിക്കുന്നത്. വൃശ്ചികക്കൂറുകാരുടെ 2ഉം 5ഉം ഭാവാധിപനാണ് വ്യാഴം. വ്യാഴം 7ൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നത്. വൃശ്ചികക്കൂറുകാരുടെ ധനാധിപനും ധനത്തിന്റെ കാരകനും വ്യാഴമാണ്. ഈ വ്യാഴം 7ൽ സഞ്ചരിക്കുമ്പോൾ അത് വ്യാഴന്റെ ശത്രുരാശിയാണെങ്കിൽ കൂടിയും വ്യാഴം ഈ സമയം ഇവർക്ക് സാമ്പത്തികമായ നേട്ടത്തെ തന്നെയാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഈ വ്യാഴന് ഇപ്പോൾ തടസ്സങ്ങളുടെ കാരകനായ ശനിയുടെ ദൃഷ്ടി ഇല്ല എന്ന കാര്യം കൂടി ഓർക്കണം. ഇവർക്ക് കുടുംബസൗഖ്യവും, വിദ്യാർത്ഥികളാണെങ്കിൽ പഠന മികവും ഇപ്പോൾ ലഭിക്കുന്നതാണ്. ധനലാഭം, ദാമ്പത്യ സൗഖ്യം, സ്ഥാനമാനങ്ങൾ, പദവി, മറ്റുള്ളവർക്കിടയിൽ ഒരു അംഗീകാരം എല്ലാം ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് മെച്ചമായ ഒരു കാലഘട്ടമായിരിക്കും ഇത്. വിവാഹ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു വിവാഹം ഒത്തുകിട്ടുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി വിവാഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഈ വ്യാഴന്റെ വക്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യവും ഇപ്പോൾ ലഭിക്കാം. വളരെ നാളായി കുട്ടികൾ ലഭിക്കാതെ വിഷമിച്ച് നടന്നിരുന്ന ദമ്പതികൾക്ക് അവരുടെ പ്രാർത്ഥന ഈ സമയം ഈശ്വരൻ ചെവികൊണ്ടു എന്നും വരാം. നമ്മുടെ ബുദ്ധിയും അറിവും ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്കും ഇത് ആശ്വാസത്തിൻ്റെ കാലമാണ്. 7ൽ സഞ്ചരിക്കുന്ന വ്യാഴന്റെ ദൃഷ്ടി നമ്മുടെ ജന്മക്കൂറിലും 3-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും പതിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭാപ്തി വിശ്വാസം തോന്നുന്നതാണ്. നമ്മുടെ സഹോദരങ്ങളുമായിട്ടും അയൽപ്പക്കക്കാരുമായിട്ടുമൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും സാധിക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടുവാൻ കുറച്ച് നാളുകളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം ഇപ്പോൾ നിറവേറുന്നതാണ്. 2-ാം ഭാവാധിപന്റെ ലാഭസ്ഥാനത്തേക്കുള്ള ദൃഷ്ടി ധനവരവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ഈ വ്യാഴവക്രം വൃശ്ചികക്കൂറുകാരായ വിശാഖത്തിന്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് വളരെ നല്ല നേട്ടങ്ങൾ തന്നെ കൊണ്ടുതരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്തത് ധനുക്കൂറുകാരുടെ കാര്യം പരിശോധിക്കാം. ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ പാദം എന്നിവ ചേർന്നതാണ്. ഇവരുടെ 6-ാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇത് വ്യാഴന്റെ ഒരു മറഞ്ഞ ഭാവമാണ്. ഗുരു 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് ദുരിതങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ്. സർവേശ്വരാണാം ഗുരു എന്നാണ് ആപ്തവാക്യം. ഗുരു എല്ലാ ദേവന്മാരെയും പ്രതിനിധീകരിക്കുന്നു. ഈ ഗുരു 6ൽ മറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈശ്വരാനുകൂല്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗുരു ഒരു ശുഭഗ്രഹമല്ലേ? ഗുരു 6ൽ നിൽക്കുമ്പോൾ അത് ശുഭഫലമല്ലേ തരേണ്ടത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകാം. ഈ സംശയം ശരിയുമാണ്. ഗുരു 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ 6-ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ശുഭത്വം തരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന 6-ാം ഭാവം ഗുരുവിൻ്റെ സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ബന്ധക്ഷേത്രമോ ആകണം. എങ്കിലേ ഗുരുവിന് പൂർണ്ണമായ ശുഭഫലം പ്രദാനം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഗുരു സഞ്ചരിക്കുന്നത് ധനുക്കൂറുകാരുടെ 6-ാം ഭാവത്തിലും ആ ഭാവം ഗുരുവിൻ്റെ ശത്രുക്ഷേത്രവുമാണ്. പക്ഷേ ഇവിടെ ഗുരുവിന് ഇപ്പോൾ ശനിയുടെ ദൃഷ്ടിയൊന്നും ലഭിക്കുന്നില്ല.
അതിനാൽ 6-ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് ആശ്വാസം ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. 6-ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് രോഗം, ശത്രുക്കൾ, കടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണല്ലോ. ഈ കാര്യങ്ങൾക്ക് കുറച്ച് ആശ്വാസം പ്രതീക്ഷിക്കാം. അതുപോലെ 6-ാം ഭാവം നമ്മുടെ സർവീസിനെയും സൂചിപ്പിക്കുന്ന ഭാവമാണ്. നമ്മുടെ സഹപ്രവർത്തകരെയും 6-ാം ഭാവം സൂചിപ്പിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഗുരു ഒരു ശുഭത്വം കൊടുക്കുന്നതാണ്. മാത്രമല്ല ധനുക്കൂറുകാരുടെ രാശ്യാധിപനും ഗുരുവാണല്ലോ. ലഗ്നാധിപൻ എവിടെ നിന്നാലും അത് ആ ഭാവത്തിന് നല്ലത് തന്നെയാണ്. പക്ഷേ ലഗ്നാധിപന് അത് നല്ലതല്ല. വ്യാഴം ലഗ്നാധിപത്യത്തിന് പുറമെ ഇവർക്ക് 4-ാം ഭാവാധിപനുമാണ്. അപ്പോൾ വ്യാഴം 6-ൽ പോകുമ്പോൾ നമ്മുടെ 1-ാം ഭാവത്തിനും 4-ാം ഭാവത്തിനും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ദോഷം സംഭവിക്കുന്നു. അതുപോലെ വ്യാഴത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും ദോഷം സംഭവിക്കുന്നു. നമുക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നു. സാമ്പത്തികമായി നമ്മൾ നന്നേ ബുദ്ധിമുട്ടിലാകുന്നു. വ്യാഴം 6-ൽ നിൽക്കുമ്പോൾ നമ്മൾ ശത്രുക്കളിൽ ജയിക്കും എന്നുള്ളത് നേരെ തന്നെ. പക്ഷേ ലഗ്നാധിപനാണ് ശത്രുസ്ഥാനത്ത് പോയിരിക്കുന്നത്. നമ്മുടെ ചില പ്രവൃത്തികൾ തന്നെ നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കിത്തരും എന്നാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ സൽപ്പേരിന് കളങ്കം സംഭവിക്കാം. മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ വില ഇടിയാം. ഇതുവരെ ബഹുമാനിച്ചിരുന്നവരിൽ പലരും നമ്മെ തള്ളിപ്പറഞ്ഞു എന്നും ഇരിക്കും. പലരുടെയും പരിഹാസവും മറ്റു പലരുടെയും സഹതാപപരമായ പെരുമാറ്റവും സഹിക്കേണ്ടിയും വരും. നമുക്ക് തിരിച്ചു പിടിക്കാനാകാത്ത ചില നഷ്ടങ്ങളും ഉണ്ടാകാം. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകാം. വ്യാഴം ഇവർക്ക് 4-ാം ഭാവാധിപനാണല്ലോ. 4-ാം ഭാവാധിപൻ 6-ലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ മനസ്സുഖത്തെ സാരമായി ബാധിക്കുന്നു. ഈ സമയം നമ്മുടെ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാനിട വരുന്നു. അമ്മയ്ക്ക് രോഗം വരികയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് സാമ്പത്തികപരമായ ഒരു ബുദ്ധിമുട്ടോ അതുമല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒരു ശത്രുതയോ ഉണ്ടാകാം. നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ലോണുകൾ വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുടിശ്ശിക അടയ്ക്കുവാൻ വേണ്ടി ബാങ്കുകാർ നമ്മെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീടിന് വേണ്ടിയോ വാഹനത്തിന് വേണ്ടിയോ ഒരു ലോണിന് ശ്രമിക്കുകയാണെങ്കിൽ അത് ലഭിക്കുവാനും ഇടയുണ്ട്. കാരണം കടങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ള ഒരു സമയവുമാണിത്. 6-ൽ നിന്നുമുള്ള ഗുരുവിൻ്റെ 7-ാമത്തെ ദൃഷ്ടി 12-ൽ പതിയുന്നതിനാൽ രോഗങ്ങൾ മൂലമോ കടങ്ങൾ മൂലമോ ശത്രുക്കൾ മൂലമോ നമുക്ക് ഒരു ചിലവിനെ സൂചിപ്പിക്കുന്നു. 12-ാം ഭാവം ചിലവുകളുടെയും നഷ്ടങ്ങളുടെയും ഒരു ഭാവമാണല്ലോ. വ്യാഴൻ്റെ 5-ാമത്തെ ദൃഷ്ടി നമ്മുടെ കർമ്മഭാവത്തിൽ പതിയുമ്പോൾ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാം. സഹപ്രവർത്തകരുമായി ശത്രുതകളും ഉണ്ടാകാം. നമ്മുടെ ജോലിഭാരവും കൂടാം. ഗുരുവിൻ്റെ മറ്റൊരു ദൃഷ്ടി നമ്മുടെ 2-ാം ഭാവത്തിൽ പതിയുമ്പോൾ കുടുംബപരമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകുന്നു. കുടുംബസുഖവും കുറയുന്നു. വാഗ്വിരോധങ്ങൾ മൂലം കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. വലത് കണ്ണിന് ഏതെങ്കിലും രോഗവും വരാം. പഠിക്കുന്ന കുട്ടികൾക്ക് പഠന വിഷയത്തിൽ കുറച്ച് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. ഇവിടെ പറഞ്ഞതെല്ലാം ഗുരു 6-ൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഗുരു 6-ൽ സഞ്ചരിക്കാൻ തുടങ്ങിയത് ഈ 2024 മെയ് മാസം 1-ാം തീയതി മുതലാണ്. 2025 മെയ് മാസം 14-ാം തീയതി വരെ ഗുരു 6-ൽ തന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുവരെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കുക. ഇപ്പോൾ സംഭവിക്കുന്ന വ്യാഴൻ്റെ വക്രം ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഒരു ആശ്വാസം തരും എന്ന് പ്രതീക്ഷിക്കാം. വ്യാഴൻ വക്രമാകുന്നത് 2024 ഒക്ടോബർ മാസം 9 മുതൽ 2025 ഫെബ്രുവരി 4-ാം തീയതി ഉച്ച കഴിയുന്നത് വരെയാണ്. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ കാര്യം നോക്കാം. മകരക്കൂറിലെ നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ 2ഉം 3ഉം 4ഉം പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും. ഇവർക്കിപ്പോൾ വ്യാഴം 5-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 5 വ്യാഴൻ്റെ ഇഷ്ടഭാവമാണ്. മകരക്കൂറുകാരുടെ 3ഉം 12ഉം ഭാവാധിപനാണ് വ്യാഴം. മകരക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അത്ര ശുഭനായ ഒരു ഗ്രഹമല്ല. എന്നാൽ ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ വ്യാഴം ഇവർക്ക് നല്ല ഫലങ്ങൾ തരുന്നതാണ്. ഗോചരത്തിൽ വ്യാഴം 5-ൽ സഞ്ചരിക്കുന്നത് നല്ലതാണ്. വ്യാഴം 5-ാം ഭാവത്തിൻ്റെ കാരകനാണ്. 5-ാം ഭാവത്തിൻ്റെ കാരകനായ ഗ്രഹം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കാരകോ ഭാവനാശായ എന്ന ദോഷം സംഭവിക്കില്ലേ എന്ന് നമ്മൾ ചിന്തിക്കാം. ശുഭനായ വ്യാഴം 5-ൽ നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ ഈ വ്യാഴനോടൊപ്പം ഒരു പാപഗ്രഹം നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു പാപഗ്രഹം വീക്ഷിക്കുകയോ ചെയ്താൽ വ്യാഴനിൽ നിന്നുമുള്ള ഫലങ്ങളും 5-ാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നശിക്കുന്നു. എന്നാൽ ഇപ്പോൾ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടിയോ രാഹുകേതുക്കളുടെ ദൃഷ്ടിയോ യോഗമോ ഒന്നും സംഭവിക്കുന്നില്ല. 5 നമ്മുടെ പൂർവ്വ പുണ്യഭാവമാണ്. നമ്മുടെ ബുദ്ധിയുടെയും അറിവിൻ്റെയും ഉൾക്കാഴ്ചയുടെയും ഒക്കെ ഭാവമാണ്. ഇവിടെ വ്യാഴൻ വരുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശുഭഫലമായിരിക്കും ലഭിക്കുന്നത്. നമ്മുടെ ഈശ്വരാധീനവും ഇപ്പോൾ വർദ്ധിക്കുന്നതാണ്. വേണ്ടത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലവും നമ്മുടെ പൂർവികർ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലവും നമുക്ക് ലഭിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണിത്. മനസ്സിൽ ആത്മീയപരമായി കാര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഈശ്വരഭക്തിയും വർദ്ധിക്കുന്നു. തീർത്ഥയാത്രകൾക്ക് പറ്റിയ സമയമാണ്.
5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴന്റെ ദൃഷ്ടി നമ്മുടെ ജന്മലഗ്നത്തിലും 9-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും പതിക്കുന്നു. ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന കാലഘട്ടം തന്നെയാണിത്. നമ്മൾ വളരെ നാളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഏതെങ്കിലും ഒരു ആഗ്രഹം ഇപ്പോൾ സാധിച്ചു കിട്ടുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് നല്ല സമയമാണ്. നമുക്ക് പഠിക്കുവാൻ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുവാനും ഇത് അനുകൂലമായ സമയവുമാണ്. നല്ല ഗുരുനാഥന്മാരെ കണ്ടെത്തുവാനും ഗുരുസ്ഥാനത്തുള്ളവരുടെ അനുഗ്രഹം ലഭിക്കുവാനും ഇപ്പോൾ ഇടവരുന്നു. ഇപ്പോൾ ഇവർക്ക് പ്രതിബന്ധം തീർത്തുകൊണ്ടിരിക്കുന്നത് 2-ൽ സഞ്ചരിക്കുന്ന ശനിയാണ്. 2 നമ്മുടെ ധനസ്ഥാനമാണല്ലോ. അതിനാൽ നമുക്ക് കിട്ടേണ്ട സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഈ ശനി ഒരു തടസ്സമുണ്ടാക്കുന്നു. ശനിയുടെ ദൃഷ്ടി നമ്മുടെ 4-ാം ഭാവത്തിലും അഷ്ടമത്തിലും ലാഭസ്ഥാനത്തും പതിക്കുന്നു. ശനിയുടെ ദൃഷ്ടി ആയുർസ്ഥാനത്ത് പതിക്കുന്നതിനാൽ ആയുസ്സിന് ദോഷമില്ല. കാരണം ശനി ആയുസ്സിൻ്റെ കാരകനാണല്ലോ. മാത്രമല്ല മകരം രാശിക്കാരുടെ രാശ്യാധിപനും ശനിയാണ്. ചാരവശാലും ജാതകത്തിലും ശനി 2-ൽ സഞ്ചരിക്കുന്നത് നന്നല്ല. 2 ധനസ്ഥാനമാണ്, വാക്കിൻ്റെ സ്ഥാനവുമാണ്. ഇതിനെല്ലാം ശനി ഒരു ഡിലേ വരുത്തും. ശനി 2025 മാർച്ച് മാസം 29 വരെയാണ് ഇവരുടെ 2-ൽ സഞ്ചരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ശനി തനിക്ക് പ്രിയപ്പെട്ട 3-ാം ഭാവത്തിലേക്ക് പോകും. അതിനുശേഷം ശനിയുടെ ദോഷം ഇവരെ ബാധിക്കുന്നതല്ല. 2024 ഒക്ടോബർ 9-ാം തീയതിയിലെ വ്യാഴന്റെ വക്രഗതി മകരക്കൂറുകാർക്ക് വളരെ അനുകൂലമാകാനാണ് സാധ്യത. ശനിയുടെ ദൃഷ്ടി ഇവരുടെ ലാഭസ്ഥാനത്ത് ഇപ്പോൾ പതിച്ചിരിക്കുകയാണല്ലോ. അതോടൊപ്പം അവിടെ വ്യാഴന്റെ ദൃഷ്ടിയും ഉണ്ടായിരുന്നു. എന്നാൽ ശനി ബലവാനായിരുന്നതിനാൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന പല നേട്ടങ്ങളും ശനി തട്ടിമാറ്റുകയായിരുന്നു. എന്നാൽ വ്യാഴം വക്രത്തിലൂടെ ശക്തനാകുമ്പോൾ ശനിയുടെ ദൃഷ്ടിയുടെ മേൽ വ്യാഴൻ ആധിപത്യം ഉറപ്പിക്കുകയും അതുവഴി നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ടും ലഭിക്കാതെ പോയ പലതും നമുക്ക് തിരിച്ചു കിട്ടുന്നതുമാണ്. നിങ്ങൾ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാനിടയുണ്ട്. വിൽക്കാതെ കിടന്നിരുന്ന ഏതെങ്കിലും പ്രോപ്പർട്ടി വിൽക്കുവാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. ഇതുപോലെ നമുക്കുണ്ടായിരുന്ന പല തടസ്സങ്ങളും ഈ വ്യാഴം തൻ്റെ വക്രത്തിലൂടെ നമുക്ക് കൊണ്ടുതരും. ഇനി നമ്മൾ നോക്കുന്നത് കുംഭക്കൂറുകാരുടെ വ്യാഴവക്രത്തിൻ്റെ ഫലമാണ്. കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാം പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ഇവർക്കിപ്പോൾ വ്യാഴം 4-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഈ 4-ാം ഭാവത്തിൽ തന്നെയാണ് വ്യാഴന് വക്രവും സംഭവിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴം 4-ൽ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ ഗോചരത്തിൽ 4-ൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല. വ്യാഴം 6-ലും 8-ലും 12-ലും സഞ്ചരിക്കുന്ന അത്ര ദോഷം ഇവിടെ തരുന്നില്ല. എങ്കിലും 1-ലും 4-ലും 10-ലും വ്യാഴം സഞ്ചരിക്കുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്, പ്രത്യേകിച്ചും നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ. കുംഭക്കൂറുകാരുടെ 2-ഉം 11-ഉം ഭാവാധിപനാണ് വ്യാഴം. വ്യാഴം ഇവർക്ക് ധനാധിപനും ലാഭാധിപനുമാണ്. വ്യാഴന്റെ ദൃഷ്ടി കർമ്മഭാവത്തിൽ ഇപ്പോൾ പതിയുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് തൊഴിലിൽ നിന്നും ഇപ്പോൾ നല്ല ഒരു ആദായം തന്നെ പ്രതീക്ഷിക്കാം. ഒരു സൈഡ് വരുമാനവും ഇപ്പോൾ ലഭിക്കാനിടയുണ്ട്. നമ്മൾ രഹസ്യമാക്കി വെച്ചിരുന്ന നമ്മുടെ കുടുംബപരമായ ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടു എന്നും വരാം. നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കുവാനോ അല്ലെങ്കിൽ അതേക്കുറിച്ചൊക്കെ അറിയുവാനോ ഉള്ള ഒരു താല്പര്യം ഇപ്പോൾ ഉണ്ടാകാം. സാമ്പത്തികമായി അത്ര മെച്ചമായ ഒരു സമയമല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതാണ്. അല്പം ചിലവ് കൂടുന്ന സമയമാണിത്. എങ്കിലും തങ്ങളുടെ വരുമാനത്തിനകത്ത് ഒതുങ്ങുന്ന ചിലവുകളെ ഉണ്ടാകാറുള്ളൂ. വീടിനോ വാഹനത്തിനോ വേണ്ടി ഒരു ചിലവ് വരാം. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങാം. വീട് പുതുക്കി പണിയുവാനിടയുണ്ട്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതാണ്. കാരണം വ്യാഴം ഗോചരത്തിൽ 4-ൽ സഞ്ചരിക്കുമ്പോൾ വാഹന സംബന്ധമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. പ്രത്യേകിച്ചും ഇപ്പോൾ ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുകയാണല്ലോ. ശനി ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ശനി സ്വന്തം രാശിയിൽ തന്നെയാണെങ്കിലും ജന്മശനി അത്ര ഗുണവാനൊന്നുമല്ല. വ്യാഴത്തിൻ്റെ വക്രം ഇവർക്ക് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും നല്ലൊരളവ് ആശ്വാസം തരുന്നതാണ്. 4-ൽ സഞ്ചരിക്കുന്ന വ്യാഴം നമ്മുടെ ഈശ്വരാധീനമൊന്നും നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ വക്രത്തിൽ വരുന്ന വ്യാഴം നമുക്ക് നല്ല ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുതരും എന്ന് പ്രത്യാശിക്കാം. ഇവിടെ നമ്മുടെ ദശയ്ക്കും അപകാരത്തിനും വളരെ പ്രാധാന്യമുണ്ട്. അവസാനമായി നമ്മൾ നോക്കുന്നത് മീനക്കൂറുകാരുടെ ഫലമാണ്. മീനക്കൂറിലെ നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതിയുടെ 4-ാമത്തെ പാദവും ഉത്രട്ടാതിയും രേവതിയും. ഇവരുടെ രാശ്യാധിപനും 10-ാം ഭാവാധിപനുമാണ് വ്യാഴം. ഇപ്പോൾ സഞ്ചരിക്കുന്നത് 3-ാം ഭാവത്തിലുമാണ്. 3-ലെ വ്യാഴൻ ശുഭനല്ല. 6, 8, 12 ഭാവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വ്യാഴന് അശുഭകരമായ ഭാവം എന്ന് പറയുന്നത് 3-ാം ഭാവമാണ്. കാര്യതടസ്സങ്ങളും സ്ഥാനഭ്രംശവും നാനാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ വ്യാഴം നിങ്ങൾക്ക് കൊണ്ടുതരുന്നു. വ്യാഴം 3-ൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒരു ഇൻബാലൻസിംഗ് ഉണ്ടാകുന്നു. അതിനാൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധ വേണം. എന്നാൽ ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, അയൽവാസികൾ ഇവരുമായിട്ടൊക്കെ കൂടുതൽ അടുത്തിടപഴകുവാൻ അവസരം ലഭിക്കുന്നു. ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നു. അത് ഒരുപക്ഷെ നമ്മുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയുമാകാം.
എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. അതിനാൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. കാരണം ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു അഭ്യുദയകാംക്ഷിയുടെ സഹായം ഇവിടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. സോഷ്യൽ മീഡിയ ന്യൂസ് ചാനലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല ഒരു റിസൾട്ട് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സെയിൽസ്, മാർക്കറ്റിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നതാണ്. 3-ൽ സഞ്ചരിക്കുന്ന വ്യാഴൻ നമ്മുടെ 7, 9, 11 എന്നീ ഭാവങ്ങളിൽ ദൃഷ്ടി ചെയ്യുന്നു. 3ഉം 7ഉം 11ഉം നമ്മുടെ കാമഭാവങ്ങളാണ്. ഇത് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഭാവങ്ങളാണ്. ഏതു വിധേയനെയും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത് 7ലും 11ലും വ്യാഴന്റെ ദൃഷ്ടി പതിയുന്നതോടൊപ്പം നമ്മുടെ ധർമ്മഭാവമായ 9ലും പതിയുകയാണ്. അതിനാൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം ധർമ്മത്തിലൂന്നിക്കൊണ്ടുള്ളതായിരിക്കണമെന്ന് വ്യാഴൻ നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ബന്ധം ഒത്തുവരാം. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുവാനും ഇടയില്ല. എങ്കിലും ഇപ്പോൾ പുതിയ ബിസിനസ്സുകളൊന്നും ആരംഭിക്കുവാൻ പാടില്ല. അത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. ഇവിടെ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയും ദശയും അപകാരവും പരിഗണിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഓൺലൈൻ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. ഇപ്പോൾ ഇവരുടെ 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമാണ്. 7ര ശനിയുടെ ആരംഭമാണിത്. ഇനി വരുന്ന കുറച്ച് വർഷങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്, പ്രത്യേകിച്ചും പ്രായമായവർ. 3ാം ഭാവത്തിൽ വ്യാഴം വക്രത്തിൽ വരുമ്പോൾ അതത്ര ശുഭകരമായ ഒരു ഫലം തരുമെന്ന് പ്രതീക്ഷിക്കാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ആലോചനാപൂർവമാകാൻ സാധ്യതയില്ല. ഇവിടെ നമ്മൾ നമ്മുടെ മേൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കുക, എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതെയും ഇരിക്കുക. എന്നാൽ വലിയ പരുക്കുകളൊന്നും പറ്റാനിടയില്ല. ഇവിടെ പ്രാർത്ഥനകളും തീർത്ഥാടനങ്ങളുമൊക്കെ നമ്മുടെ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും. 3ലെ വ്യാഴം കുറച്ച് തടസ്സങ്ങളും മാനസികമായ അസ്വസ്ഥതകളും സ്ഥാനഭ്രംശവും ഒക്കെ തരും എന്നുള്ളത് ശരി തന്നെ. എന്നുവെച്ച് 6ലും 8ലും 12ലും സഞ്ചരിക്കുന്ന അത്ര ദോഷമൊന്നും തരാനിടയില്ല. ഇനി നമുക്ക് ഈ വ്യാഴന്റെ ദോഷം അനുഭവിക്കുന്നവർക്ക് എന്ത് പരിഹാരം ചെയ്താലാണ് ദോഷശമനമുണ്ടാകുന്നത് എന്ന് നോക്കാം. വ്യാഴം പിഴയ്ക്കുമ്പോൾ ശ്രീ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാന് പാൽപായസം കഴിപ്പിക്കാവുന്നതാണ്. കൂടാതെ ഭാഗ്യസൂക്ത അർച്ചനയും നെയ്വിളക്ക് തെളിയിക്കുന്നതും ഉത്തമമായ പരിഹാരങ്ങളാണ്. കടുത്ത വ്യാഴദോഷം അനുഭവിക്കുന്നവർ മാസത്തിൽ ഒരു വ്യാഴാഴ്ച വീട്ടിൽ ഭാഗവത പാരായണം നടത്തുന്നതും ഉത്തമമാണ്. 1 അതിലധികമോ ബ്രാഹ്മണരെ ഇതിനായി ക്ഷണിക്കാവുന്നതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് പാരായണം ചെയ്യിക്കേണ്ടത്. ഇവർക്ക് അന്നദാനവും ദക്ഷിണയും നൽകി അനുഗ്രഹവും വാങ്ങണം. ഇപ്പോൾ വ്യാഴദശ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് വളരെ പ്രയോജനപ്രദമായിരിക്കും. ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുകയും നമുക്ക് ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനും ഇത് ഉപകരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുവാൻ കഴിവില്ലാത്തവർക്ക് വീട്ടിൽ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുന്നിലിരുന്ന് പാരായണം ചെയ്യാവുന്നതാണ്. പുസ്തകം മുന്നിൽ ഒരു പീഠത്തിൽ നിവർത്തിവെച്ച് പാരായണം ചെയ്യാം. നിങ്ങൾക്ക് ഒരു പലകയിലോ പായയിലോ അല്ലെങ്കിൽ ഒരു വിരിപ്പിലോ ഇരിക്കാവുന്നതാണ്. വെറും നിലത്തിരിക്കരുത്. ഭാഗവത പാരായണത്തിനു പകരം നാരായണീയം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയ വിഷ്ണു സ്തോത്രങ്ങൾ ജപിച്ചാലും മതി. ഗുരു അഷ്ടോത്തര ശതനാമാവലി ജപിക്കുന്നതും ഉത്തമമാണ്. വ്യാഴാഴ്ച ഉപവാസം ഇരിക്കുന്നതും മഞ്ഞപ്പൂക്കളുള്ള സസ്യങ്ങൾ നട്ടുവളർത്തുന്നതും വ്യാഴന്റെ ദോഷം കുറയ്ക്കുവാനും ജീവിതത്തിൽ ഉന്നതി ഉണ്ടാക്കിയെടുക്കുവാനും ഉത്തമമാണ്. ജാതകത്തിൽ വ്യാഴൻ വക്രമായി നിൽക്കുന്നവരും ഇപ്പോൾ വ്യാഴം ദോഷസ്ഥാനത്ത് വക്രമായി സഞ്ചരിക്കുന്നവരും വിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങളിൽ മനുഷ്യമുഖമില്ലാത്ത മൂർത്തികളെ ആരാധിക്കുന്നത് കൂടുതൽ ഫലം ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ അത് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ വർഷത്തിലെ വ്യാഴഗ്രഹത്തിൻ്റെ വക്രഗതിയെ സംബന്ധിക്കുന്ന ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇവിടെ പറഞ്ഞത് നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീഡിയോയുടെ ലിങ്കാണ് ഷെയർ ചെയ്യേണ്ടത്. ദയവായി ആരും വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഷെയർ ചെയ്യരുത്. അത് ചാനലിന് ദോഷകരമായി ബാധിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ചാനലിലെ വീഡിയോകൾ ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവരെ കൂടാതെ ജ്യോതിഷ വിദ്യാർത്ഥികളും കാണാറുണ്ട്. അവരിൽ പലരും ചോദിക്കാറുണ്ട്, ഒരു ദക്ഷിണ അയക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ദക്ഷിണ അയക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ താങ്ക്സ് എന്ന ഒരു ഭാഗം കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ദക്ഷിണ അയക്കാവുന്നതാണ്. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.